പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഡിമിട്രോസ് ഡാമൻഡാക്കോസിന്റെ പകരക്കാരനെ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ ഒരുപാട് താരങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്ന റൂമർ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിട്രോസ് ഡാമൻഡാക്കോസിന് പകരമായിട്ട് സ്റ്റീവൻ ചോട്ടിക് എന്ന താരത്തിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി വിദേശ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ്. ഈ ഒരു ഡീലിന് നടക്കാൻ ചാൻസ് ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. കേലിനോന്റെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി വ്യക്തമാക്കുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഫോറിൻ സ്ട്രൈക്കേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടീമിന്റെ ഫസ്റ്റ് ചോയ്സിലുള്ള ഒരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെ താരം ടേംസ് ഒന്നും എഗ്രി ചെയ്തിട്ടില്ല എന്നും ആശിഷ് നെഗി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് 2 സ്ട്രൈക്കേഴ്സായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഡിമിട്രോസ് ഡാമൻഡാക്കോസിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടോപ്പ് സ്ട്രൈക്കറിനെ തന്നെ ടീമിലേക്ക് എത്തിക്കുമെന്നും ആശിഷ് നെഗി പറയുന്നുണ്ട്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്വാപ്പ് ഡീലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും ആശിഷ് നെഗി നൽകിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാന് നൽകുകയും മോഹൻ ബഗാനിൽ നിന്നും മികച്ചൊരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ മോഹൻ ബഗാൻ ആ ഒരു താരത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്വാപ്പ് ഡീലിനി നടക്കില്ല. അടുത്തൊരു കാര്യം, മോഹൻ ബഗാൻ ടീമിന്റെ പുതിയൊരു സൈനിങ് ആണ് ടോം ആൽഡ്രഡ്. താരം ഇവിടുത്തെ ഇന്ത്യൻ താരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം തീർത്തും മികച്ചത് തന്നെയാണ്, അവരെല്ലാം നല്ലതുപോലെ കളിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ആ ഒരു ലെവൽ തീർത്തും മികച്ചത് തന്നെയാണ് എന്നും ആൽഡ്രഡ് പറഞ്ഞു. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.